ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ടൂൺമി ആപ്പാണ്. അത് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിലേക്ക് അത് ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ കിടക്കുന്ന ആരോ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പ്രോസസ്സിങ്ങിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഫോട്ടോസൊക്കെ അങ്ങനെ ഓരോന്നും അപ്ലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതേപോലെ ഒരു ഫോട്ടോ മാത്രമല്ല, കപ്പിൾസ് ഫോട്ടോ ഒക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഫാമിലിയിലൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ ഇതേപോലെ ചെയ്യാം. അപ്പോൾ 2 പേര് ഒരുമിച്ചുള്ളതാണെങ്കിൽ അതേപോലെ അങ്ങനെ ഒരുമിച്ചുള്ള ഫോട്ടോസും ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അതൊക്കെ സേവ് ചെയ്തതിന് ശേഷം ഗൂഗിൾ എടുത്തിട്ട് BG റിമൂവ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്കിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ BG റിമൂവിൽ പോകുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വെക്കും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അതേപോലെ നമ്മൾ ചെയ്ത് വെച്ചതെല്ലാം ഇതേപോലെ റിമൂവ് ചെയ്യാം. ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഫോട്ടോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അല്ലാത്താണെങ്കിൽ ഇതേപോലെ BG റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ക്യാൻവയാണ്. ഗൂഗിളിൽ ക്യാൻവ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈറ്റിലേക്ക് കയറുക. എന്നിട്ട് അവിടെ പ്ലസ് ഐക്കൺ അടിച്ചിട്ട് നമുക്ക് ഏത് ഡോക്യുമെൻറ്റിൽ ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസ് എടുത്തിട്ട് A4 സൈസാണ് ഞാൻ അവിടെ എടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫോട്ടോസൊക്കെ, ആ ബ്ലാങ്ക് സ്പേസൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ബട്ടണിൽ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഓരോന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. ഇതാണ് കുറച്ച് പണിയുള്ളത്. കുറച്ചൊരു അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ നമ്മളൊരു ഇഷ്ടത്തിന് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഫാമിലി ആണെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ രീതിയിൽ എന്ത് ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത് അതിന് ടെക്സ്റ്റ് ഐക്കൺ അവിടെ ഉണ്ടാകും. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ റൈറ്റ് ചെയ്യേണ്ടത് അതവിടെ റൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതൊന്ന് അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാ ഒക്കെ അതിന് താഴെ ഓപ്ഷൻ ഉണ്ട് ഫോണ്ട് സെലക്ട് ചെയ്യാനൊക്കെ. അതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടാം. അതേപോലെ ഫോണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് അതപ്പോൾ തന്നെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്.